iCloud bypass 11 to 15 ഒരു iOS വെർഷനുള്ള ഐഫോൺ എങ്ങനെ ബൈപ്പാസ് ചെയ്യാം. ഇതിന് iRemoval Pro എന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ ഇത് ചില കമ്പ്യൂട്ടറിലൊന്നും ഇത് വർക്കാവുന്നില്ല. അതിൻ്റെ കാരണം എറർ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും. കാരണം ഞാൻ പറഞ്ഞു തരാം. ഫോൺ കണക്ട് ചെയ്തു. iPhone 7 ആണ് കണക്ട് ചെയ്തത്. 15.6 വേർഷൻ. ഫോണിൻ്റെ വേർഷൻ ഉണ്ട് 15.6. മോഡൽ നമ്പർ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. പക്ഷേ ചിലതിൽ ഈ IMEI നമ്പർ കാണിക്കില്ല, സീരിയൽ നമ്പർ കാണിക്കില്ല, ഇതിൻ്റെ പേര് കറക്റ്റ് ആവില്ല. അത് വേറെ ലാംഗ്വേജിലൊക്കെയാണ്. അത് പ്രശ്നം എന്താ വെച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ എബോട്ട് നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ കോൺഫിഗറേഷൻ്റെ പ്രശ്നം കൊണ്ട് ഒരു ഡ്രൈവറിൻ്റെ പ്രശ്നം സപ്പോർട്ടാവാത്ത കണ്ടില്ലേ. 64 ബിറ്റിലാണ് ഇത് പ്രോപ്പറായിട്ട് വർക്കാവുന്നുള്ളൂ. 64 ബിറ്റ്. 32 ബിറ്റിൽ അധികം ഡ്രൈവറിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. 64 ബിറ്റിൽ ട്രൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് കറക്റ്റ് വർക്കാവുന്നുള്ളൂ. പിന്നെ അതുപോലെ ഇതിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിൽ 64-ൽ ഇല്ലല്ല. ഡ്രൈവർ ഇതിലുണ്ടല്ലേ 64, ഇത് ഇൻസ്റ്റാൾ ചെയ്യാം ഈ ഡ്രൈവർ. അപ്പോൾ കറക്റ്റാവും. അതിലൂടെ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ആദ്യം ജെൽ ബ്രേക്ക് ക്ലിക്ക് ചെയ്യാം. ജെൽ ബ്രേക്ക് ചെയ്യേണ്ട ഓപ്ഷന് കണ്ടില്ലേ. ഇതിൽ സ്റ്റാർട്ട് കൊടുക്കുക. ഓട്ടോമാറ്റിക് DF മോഡിലേക്ക് വരും. റിക്കവറി DF മോഡിലേക്ക് വരും. അതിനുശേഷം DF മോഡിലായി മൊബൈൽ. കഴിഞ്ഞ് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ പവർ ബട്ടൺ, വോളിയം ഡൗൺ ബട്ടൺ കൂടെ അമർത്തുക. ഇതിൽ കാണിക്കുക. അപ്പോൾ പ്ലസ് ഹോൾഡ് ദ സൈഡ് വോളിയം ബട്ടൺ, റിലീസ് ബട്ട് കീപ് ഹോൾഡിങ് വോളിയം ഡൗൺ ബട്ടൺ. ആദ്യം പവർ ബട്ടൺ നെക്കി പിടിക്കുക. ഒരു സമയത്ത് ഇത് രണ്ടും നെക്കി പിടിക്കണം. കുറച്ച് കഴിഞ്ഞാൽ പവർ ബട്ടൺ റിലീസ് ചെയ്യുക, വോളിയം ഡൗൺ ബട്ടൺ മാത്രം കൊടുക്കുക. സ്റ്റാർട്ട്. ഇപ്പം പവർ ബട്ടൺ റിലീസ് ചെയ്തു, വോളിയം ഡൗൺ ബട്ടൺ മാത്രമേ പ്രസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ കണക്റ്റ് ഇനി റിലീസ് ചെയ്യാം.
സപ്പോർട്ട് ആയി ഫുൾ പൈപ്പ്. ഇപ്പോൾ ഇത് ജെൽ ബ്രേക്ക് ചെയ്തു. ഇനി ഇതിലൂടെ ഈ സോഫ്റ്റ്വെയറിലൂടെ ഇത് നമ്മൾ ബൈപ്പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യണം. ഇതല്ലാതെ പിന്നെ EFT Pro ഉണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ. പക്ഷേ അതിൻ്റെ പ്രശ്നം അത് അലോ സ്ക്രീനിൽ ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല. അത് ഫോണ് ഫോർമാറ്റ് ചെയ്യാതിരിക്കണം, അല്ലെങ്കിൽ ഡിസേബിൾഡ് വരണം. അങ്ങനെയുള്ളതാകുമ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. ഫുൾ വർക്കിങ്ങിൽ IMEI വർക്ക് ചെയ്യുന്ന ഐറ്റം, കോള് എല്ലാം പോകുന്ന ടൈപ്പ്. ഇപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഇനി അടുത്ത സ്റ്റെപ്പ് ഇതുണ്ടോ, സ്കാൻ പേ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവരെ വെബ്സൈറ്റിലേക്ക് പോകും. അതിൽ പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബൈപ്പാസ് ചെയ്ത് തരും. ഓരോ സൈറ്റിൽ റീമൽ പ്രോ സർവീസ്, സിഗ്നൽ, ഐഫോൺ ഫുൾ ആക്ടിവേഷൻ വിത്ത് സിഗ്നലാണ്. അതായത് എല്ലാം വർക്കാവും, കോളും മെസ്സേജ് എല്ലാം വർക്കിങ്ങുള്ള ഓപ്ഷൻസാണ്. നമ്മുടെ ഫോണിൻ്റെ സീരിയൽ നമ്പറാണത്. ഇതിൽ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ വരും. $40 റേറ്റ്. ഇതിൽ കൂടെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം. ഇവിടെ ഇമെയിൽ അഡ്രസ്സ്, കാർഡ് നമ്പർ, കാർഡ് ഡേറ്റ്, CV നമ്പർ, കാർഡ് നെയിം, കൺട്രി സെലക്ട് ചെയ്യുക, പേ കൊടുക്കുക. പേയ്മെൻറ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ ആക്റ്റീവിൽ ഇത് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ബൈപ്പാസ് ആവും. പക്ഷെ ഇത് പേയ്മെൻറ്റാണ്, ഫ്രീ അല്ല. ഇപ്പോൾ $40 പ്രൈസ്. ഓക്കെ, പക്ഷെ ഞാനിപ്പോൾ അത് ആക്ടിവേഷൻ ചെയ്യുന്നില്ല.